മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് സംരക്ഷിക്കുകയാണ് എന്നുള്ളൊരു ആരോപണം അവർ ഉന്നയിച്ചു. ബാക്കിയുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് വേണം സറണ്ടർ ചെയ്യാൻ എന്നെല്ലാം അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഉപദേശത്തിനും അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഒരു പരാതിയില്ല, ഒരു FIR ഇല്ല, ഒരു കേസുമില്ല. പക്ഷെ ധാർമ്മികതയുടെ പേരിൽ, സ്ത്രീത്വത്തോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ ഞങ്ങൾ നടപടിയെടുക്കും. ഒരു പാർട്ടിക്ക് എടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ നടപടിയെടുത്ത് ഞങ്ങൾ മാറ്റുന്നു. എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ബാക്കി 4 പേരിലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. CPM-ലെ ഏറ്റവും സീനിയർ നേതാവ് ആരോപണം ഉന്നയിച്ച, പരാതി കൊടുത്ത കേസിലെ പ്രതിയാകേണ്ട അത് പോലീസിന് കൊടുക്കാതെ അത് പാർട്ടി കോടതിയാക്കി മാറ്റി ആളെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ ഉണ്ട്. ആ സീനിയർ നേതാവ് പാർട്ടിയിൽ സൈഡ്ലൈൻ ചെയ്യപ്പെട്ടു. വളരെ മുതിർന്ന നേതാവ്, എല്ലാവരും ബഹുമാനിക്കപ്പെട്ടിരുന്ന നേതാവ്. ഈ പരാതി കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ സൈഡ്ലൈൻ ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിച്ചാല് തൊട്ടടുത്ത് ചേർത്തിരുത്തി. ഞാൻ ആരുടെ പേരെന്ന് പറഞ്ഞു, എല്ലാവരുടെ പേരിൽ നാട്ടിലെ എല്ലാവർക്കും അറിയാം. അതുപോലെ ഇപ്പോ അദ്ദേഹത്തിന്റെ കൈവക്കുന്ന MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്. വിനാശത്തെ കേസ് ആരാ ജാതിയിൽ? അദ്ദേഹത്തിന്റെ പോലീസ് ജാതിയിലെ കേസിലെ പ്രതിയാണ്. ആരാ സംരക്ഷിക്കുന്നത്? എന്ത് നടപടിയെടുത്തത്? ഒരു നടപടിയെടുത്തില്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതായത് അദ്ദേഹം കൊച്ചായിരിക്കുമ്പോൾ എന്തോ നടന്ന സംഭവത്തെ പോലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അതിന് സംരക്ഷണം കൊടുക്കുന്ന ആരാ? പോലീസ് എടുത്തേക്കുന്ന കേസാണ്, റേപ്പ് കേസ് അല്ലേ? അതിനാരാ സംരക്ഷണം കൊടുത്തിരിക്കുന്നത്? അതിന് സംരക്ഷണം കൊടുത്തിരിക്കുന്നയാൾ മുഖ്യമന്ത്രി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അവതാരം വന്നല്ലോ, ഒരു അവതാരം ഇല്ലേ? ആ അവതാരം വന്നപ്പോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആരുടെ കൂടെയായിരുന്നു? സ്വന്തം പ്രിൻസിപ്പൽ സെക്രട്ടറി. അതായത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടു വച്ചാൽ പോലും മുഖ്യമന്ത്രി ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞ അദ്ദേഹം വൈകുന്നേരമായ എവിടെയായിരുന്നു? മുഖ്യമന്ത്രി അന്വേഷിക്കുന്നു. വൈകുന്നേരമായ ഇന്റലിജൻസ്, പോലീസ്, ക്രൈംബ്രാഞ്ച് അല്ലെ, സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈംബ്രാഞ്ച് അല്ല സ്പെഷ്യൽ ബ്രാഞ്ച്, എന്തെല്ലാം സംവിധാനമാണ് മുഖ്യമന്ത്രിക്ക്? ഏറ്റവും അടുത്തയാൾ, അമിതാധികാരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നയാൾ വൈകുന്നേരമായ എങ്ങോട്ടാ പോയിരുന്നു? ആ അവതാരം മന്ത്രിമാർക്കെതിരായി, സ്പീക്കർക്കെതിരായി, എത്ര പേർക്കെതിരായി. അപ്പൊ അവർക്കെതിരെ ഒരു കേസ് എടുത്തോ? ഒരു ഡിഫമേഷൻ കേസ് അവർക്കെതിരെ കൊടുത്തോ? ഇവരാരെങ്കിലും കൊടുത്തില്ലല്ലോ. ഈ പറയുന്ന പരാതിയുടെ പുറത്ത് ആർക്കെങ്കിലും എതിരെ ഒരു കേസ് എടുത്തോ? അവർക്കെതിരായി പാർട്ടി, അദ്ദേഹത്തിന്റെ പാർട്ടി, ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായ പാർട്ടി ഒരു നടപടിയെടുത്തോ? നടപടിയെടുത്തില്ല. വേറൊരു MLA-യുടെ വാട്സാപ്പ് സന്ദേശം, വാട്സാപ്പിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. വേറൊരു MLA-യുടെ, സീനിയർ MLA, ഒരു മുൻ മന്ത്രിയുടെ വാട്സാപ്പ് സന്ദേശം 2-2.5 കൊല്ലമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു നടപടി എടുത്തോ പാർട്ടി? ഒരു നടപടി പാർട്ടി ചോദിച്ചു? ഒരു വിശദീകരണം ചോദിച്ചു? ഒരു വിശദീകരണവും അദ്ദേഹം ചോദിച്ചില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഈ അവതാരം എന്നതിനെ വിശേഷിപ്പിച്ച ആളുമായി ബന്ധപ്പെട്ട് 100 ദിവസം ജയിലിൽ പോയി, പിന്നെ തിരിച്ചു വന്ന് പിന്നെയും ജയിലിൽ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഈ ഏർപ്പാട് മുഴുവൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. എന്നിട്ട് ഒരു പരാതിയില്ലാതെ, FIR ഇല്ലാതെ ഉള്ള കേസിൽ ധാർമ്മികതയുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ച
ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത്രയും പേരെ സംരക്ഷിച്ചു. ഇന്ത്യയിൽ ഉണ്ടാവില്ല ഇതുപോലത്തെ രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ. ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതുപോലെ സംരക്ഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലില്ല. എന്നിട്ട് നമ്മൾ പറയാണ് പ്രതിപക്ഷ നേതാവ്. അതാ ഞാൻ പറഞ്ഞത്, ചങ്കിലേക്കാണ് 4 പേരില് അദ്ദേഹത്തിന്. എനിക്ക് നേരെ ഒരു പേര് ചൂണ്ടിയപ്പോ 4 പേരില് സ്വന്തം ചങ്കിലേക്കാണ്. ഇതിലേക്കൊന്നും മറുപടി പറയാം, ഇതിനൊന്നും മറുപടി പറയാം, ചോദിക്കുന്നതിനൊന്നും മറുപടി പറയില്ലല്ലോ. ഒരു ഷെയ്ഡി ക്യാരക്ടർ, കളങ്കിത വ്യക്തിത്വം അന്ന് മദ്രാസിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ഹവാലയും റിവേഴ്സ് ഹവാലയും നടത്തി മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് വരെ നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് വരെ പണം അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാർട്ടി സെക്രട്ടറിയുടെ മകനുമായുള്ള തെറ്റായ വഴികളിലൂടെയുള്ള ബന്ധത്തെക്കുറിച്ച് ആരോപണം വന്നിട്ട് ചെറുവരിലടിക്കെ മുഖ്യമന്ത്രി ചോദിച്ചപ്പോ പറഞ്ഞ് എന്തോ പറഞ്ഞ ഒഴിഞ്ഞത് ഒരു മറുപടി പോലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ആ കാര്യത്തിൽ പറഞ്ഞില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട, ഒന്ന് പോയി കണ്ണാടിയിൽ നന്നായിട്ട് നോക്കുക. കണ്ണാടിയിൽ നോക്കുക, നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്ര പേരെയാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത്, നിങ്ങളെ ചുറ്റും നിൽക്കുന്നതെല്ലാം ആരാണ് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ണാടി നോക്കണം. കണ്ണാടി നോക്കാതിരിക്കുന്നതല്ല ഇത് പറ്റുന്നത്. ബാക്കിയുള്ളവർക്കെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നു. അതുപോലെ ഈ ഗവൺമെന്റിന്റെ ചില തെറ്റായ കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഹവാല റിവേഴ്സ് ഹവാല, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തിട്ടും വീണ്ടും സമരവുമായി CPM-കാർ ഇറങ്ങിയിരിക്കുന്നു. താങ്കൾ ഇന്ന് വന്ന ഗുരുതരമായ ഒരു ആരോപണം, എല്ലാ 108 ആംബുലൻസുമായി ബന്ധപ്പെട്ട് 2019 ഒരു കരാറും ഒരു കമ്പനി GDKEMR എന്ന് പറഞ്ഞ കമ്പനി ടെൻഡർ ഉണ്ടായില്ല, ഒരു സിംഗിൾ ടെൻഡറായില്ല, 517 കോടി രൂപ. ഇപ്പൊ 5 കൊല്ലം കഴിഞ്ഞപ്പോ പുതിയ ടെൻഡർ വെക്കേണ്ടി വന്നു. ഇപ്പൊ കോമ്പറ്റേറ്റീവ് ടെൻഡറായി. ആ ടെൻഡർ വന്നപ്പോ ഇവരുടെ എമൗണ്ട് 293 കോടി രൂപയായിട്ട് സാധിച്ചു. അതായത് അന്ന് 316 ആംബുലൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ 335 ആംബുലൻസ് ആയി. ആംബുലൻസ് കൂടി. അന്ന് ഡീസൽ വില 66 രൂപയാണ്, ഇപ്പൊ 97 രൂപയാണ്. അന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ ഇന്നത്തെ സ്പെയർ പാർട്സിന്റെ വിലയേക്കാൾ അന്നത്തെ സ്പെയർ പാർട്സിന്റെ വില 40% കുറവാണ്. എന്നിട്ട് സിംഗിൾ ടെൻഡറിൽ 517 കോടി ആംബുലൻസ് കൊടുത്തു. അപ്പൊ ഇപ്പൊ കുറവെത്രയാ? 224 കോടി കുറവ് കോമ്പറ്റേറ്റീവ് ടെൻഡർ വന്നപ്പോ. അപ്പൊ എത്രയല്ലോ, അന്ന് ഇതിന്റെ പകുതി പൈസ മതി. അന്ന് നടത്താൻ ചെലവ് കുറവാണ്, ഇതിനേക്കാൾ കുറവ് ആംബുലൻസാ. അപ്പൊ ആ പണം എവിടെ പോയി? ആ പണം അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും ഈ ടെൻഡർ പോലും എമൗണ്ട് ചോർന്നു പോയി എന്നുള്ളൊരു ആരോപണമുണ്ട്. ഇന്നത്തെ എമൗണ്ട് ഓരോരുത്തർ കോട്ട് ചെയ്തിരിക്കുന്നു. ഈ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും ആ ടെൻഡറിന്റെ തുക മറ്റുള്ളവർ കോട്ട് ചെയ്തത് ചോർത്തിയിട്ടാണ് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടി പറയണം. മറുപടി പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ പറഞ്ഞ 6.5 പതിറ്റാണ്ടായി ഉള്ള എല്ലാ ഭൂമി പ്രശ്നത്തിനും പരിഹാരമാണ്. ഭൂപതിവ് ചട്ടം വന്നു, പുതിയതായി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എന്താ ഭൂപതിവ് ചട്ടത്തിൽ പറയുന്നത്? 2024 ജൂൺ വരെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പട്ടയ ഭൂമിയിലെ ക്രമവൽക്കരിച്ചു കൊടുക്കും. എന്തായാലും കണ്ടീഷൻ 1500 സ്ക്വയർ ഫീറ്റിന് മീതെ ഫീസ് ഇടാം. അതിന് ഫീസ് ഇടാറില്ല. നേരത്തെ തന്നെ പ്രൊസീജിയർ അനുസരിച്ച് കെട്ടിട നിർമ്മാണത്തിന് നമ്പർ കിട്ടിയ ആളുകളെ പൈസ അടച്ചു, അവിടെ നിന്ന് വീണ്ടും പൈസ ഈടാക്കും. മാത്രമല്ല 2024 ജൂൺ വരെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നടത്തിയവരെ കുറിച്ച് ഒരു സൂചനയില്ല. ഇനി വരാനുള്ള കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആ ഭൂമിയിൽ നടത്തിയാൽ അത് ക്രമവൽക്കരിക്കും എന്നൊരു വാർത്തയും. സത്യത്തിൽ ഈ ഭൂപതിവ് ചട്ടം കൊണ്ട് ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ് ചെയ്യുന്നത്. 2, ഈ ഭൂമി പ്രശ്നത്തെ ഈ ഗവൺമെന്റ് ഒന്നുകൂടി സങ്കീർണമാണ്. വീണ്ടും അനുസരിക്കുക, വീണ്ടും സങ്കീർണമാണ്. അതുകൊണ്ട് അത് പുനഃപരിശോധിക്കണം എന്ന് ഞങ്ങൾ അതിശക്തിയായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ അയ്യപ്പസ്വാമിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ
അയ്യപ്പസ്വാമിയോടുള്ള സ്നേഹം കണ്ടപ്പോ എനിക്ക് പോലെ എന്നെ ഭക്തി കൂടി. ശബരിമലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോ ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമല ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, ഞങ്ങളുടെ പേരൊന്നും പറയുന്നത്. ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞ ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ലെന്ന്. 2019 തോറ്റ് തൊപ്പിയപ്പോ അവർക്ക് വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. അല്ലേ, വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കൃത്യമായിട്ടൊരു സെന്റൻസ് പറഞ്ഞു. ഇതുവരെ പറഞ്ഞത് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്, ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനം എന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. പാർലമെന്റ്, ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനം, ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോ കുറെ നാളായി ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വചകണ ആളാണ് പറയാണ് സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും, പ്രത്യേക പരവതാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്, സംഘപരിവാറിന് എന്റെ ഒരു കൂടി വിരിച്ചാണ് ഇപ്പൊ ഏർപ്പാട്. അപ്പൊ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പന്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണ്. ഇന്നൊരു ഗവൺമെന്റ് ഓർഡർ ഇറങ്ങിയപ്പോ ഞാനും അതിന്റെ ഉപരക്ഷാധികാരി അതുപോലെ കണ്ടില്ല. എന്റെ അനുവാദമില്ല, ഞാനില്ല, ഞങ്ങളില്ല. ഈ തട്ടിപ്പ് ഇവര് നടത്തുമ്പോ, ഈ വിശ്വാസവഞ്ചന ഇവര് കാണിക്കുമ്പോ, അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ എന്ന് പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കാം. അന്നത്തെ കേസുകളിൽ അസംബ്ലിയിൽ പറഞ്ഞാണ് പിൻവലിക്കുന്നത്. മുഖ്യമന്ത്രി പിൻവലിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല, ഇന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും ഞാനീ പറയുന്ന ആളുകളും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് നിൽക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം ഉയരുമ്പോഴാണ് കോൺഗ്രസ് ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ചെയ്തത് എന്തെല്ലാം ഒഴിവുകഴിവുകൾ പറയാമായിരുന്നു, ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇവരെ ഒന്നും ഒരു ചുക്കും CPM ചെയ്തില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാ ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കണം. ചോദിച്ചോ നടപടിയെടുക്കും. ഇതാണ് ഞങ്ങൾക്ക് പറയാം. പാർട്ടിയിൽ നിന്ന് 10-15 വർഷം പുറത്തു നിൽക്കേണ്ടി വന്നു. ശശിക്കാണെങ്കിൽ പിന്നീട് മത്സരിക്കാൻ അവസരം കൊടുത്തില്ല, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു നടപടിയാണോ രാഹുലിനെതിരെ വന്നിരിക്കുന്നത്? അങ്ങനെയൊന്നും പുറത്തൊന്നും നിർത്തിയിട്ടില്ല. അദ്ദേഹം എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഈ ആരോപണം പുറത്തുപോയത് ആരോപണം ഉന്നയിച്ച ആളാണ്. പുറത്തുപോയത് സൈഡ് ലൈനായി പോയത് ആരോപണം ഉന്നയിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു ആരോപണം വന്നാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അമിതാധികാര ശക്തിയുള്ള ആളായാണ് ഇപ്പോഴും. ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായത്. ആ വാർത്ത എന്താണ്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ തിരക്ക് പിടിക്കണ്ട. ഞാൻ പറഞ്ഞത് ഒരുപാട് വാർത്തകൾ വരും. CPM-ഉം BJP-കാരോട് ഞാൻ പറഞ്ഞ കാളെ അയച്ചിട്ടല്ലേ, കാളെ കുറിക്കല്ലേ, അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടണം എന്ന് പറഞ്ഞു. ഇപ്പൊ ആവശ്യം വന്നല്ലോ, ഒരാവശ്യം വന്നല്ലോ കാളയെ കൊണ്ട്. ഒരാവശ്യം വന്നില്ലേ ഇപ്പൊ കാളയെ കൊണ്ട്? കാളെ ഇനി ആവശ്യമില്ല. കാളയായിട്ട് ഇറങ്ങിയപ്പോ ആ കാളെ ആവശ്യമില്ല. കാളെ എങ്ങോട്ടാണ് കൊണ്ടുകൊണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഞാൻ പോകുമ്പോഴൊന്നും ഞാൻ പറഞ്ഞു, നിങ്ങളാണ് പോകുമ്പോഴൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് CPM സൂക്ഷിക്കണം, BJP കാളയെ അയച്ചുകൊണ്ടിരുന്നത് കാളയെ സൂക്ഷിക്കണം. ഇത് രണ്ടുമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് എല്ലാവരും വിശദീകരിക്കട്ടെ, BJP നേതൃത്വം വിശദീകരിക്കട്ടെ. ഒരു ആരോപണം വന്നിരിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ ആ സ്ത്രീ ആരാണ് എന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ശരിയാണെന്ന് അദ്ദേഹം പരിശോധിക്കട്ടെ. BJP നേതൃത്വം പറയട്ടെ, ഒരു സ്ത്രീയുടെ പരാതിയിന്മേൽ എന്താവശ്യം ചെയ്യാൻ പോകും പറയട്ടെ. രാജീവ് ചന്ദ്രശേഖരൻ ഭയങ്കര പൊട്ടിത്തെറിയല്ലായിരുന്നു രാഹുൽ മാധവന്റെ കേസ്. അദ്ദേഹം എന്താണ് നടപടി എടുക്കുന്നത് കാണാമല്ലാവും. ഈ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും ഈ ബലാത്സംഗ കേസിലെ പ്രതികളായവരാണ്. അതിൽ വിൻസെന്റ്
ജയിലിൽ കടന്നിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളി 1 മാസക്കാലം ഒളിവിലുമായി. ഇതിന്റെയൊക്കെ അതൊന്നും അത് അങ്ങനത്തെ കേസല്ല. എൽദോസ് കുന്നപ്പള്ളിയുടെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് കോടതി പറയുന്നത് എന്താണെന്ന് കേട്ടു. നിങ്ങളുമായി കോടതിയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു 22 ഡോക്യുമെന്റ് റിലീസ് ചെയ്തു. ആ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു. വിധി വായിച്ചു. ഈ കോൺഗ്രസ് എടുത്ത നടപടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ പലപ്പോഴും ആളുകൾ ഇപ്പോഴും ചോദിക്കുന്നത് അദ്ദേഹം MLA സ്ഥാനത്ത് തുടരും, അത് മതിയോ? പാർട്ടി സ്ഥാനത്തേക്ക് മാത്രം അതൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയല്ല. എന്തുകൊണ്ടാണ് ആ MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിൽ ചർച്ച ചെയ്യും. പ്രാഥമിക അംഗത്വം മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് അങ്ങനെ ജനപ്രതിനിധിയായിട്ട് എങ്ങനെ തുടരാൻ സാധിക്കും? അതിന്റെ വിധി കുറച്ച് പുറത്തു വരട്ടെ. കലമ്പൂരിലൊന്നും കൊടുക്കുക. കലമ്പൂരില ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എന്റർടൈൻ ചെയ്യുന്നു, ഒരു കേസ് പരിശോധിക്കുന്നു. അത് കോടതിയുടെ പുതിയ ഇതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. ക്യാമറയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? അല്ലല്ല, അത് വിധി വന്നിട്ടില്ലല്ലോ, പുറത്തു വന്നിട്ടില്ല. പരാമർശം മാത്രമേ വന്നിട്ടുള്ളൂ. നോക്കട്ടെ, വിധി പരിശോധിക്കുന്നു. വിധി പരിശോധിച്ചിട്ട് പറയാം. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ. എല്ലാവർക്കും അറിയാവുന്ന കേസ്. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയത് എല്ലാവർക്കും അറിയാം. പ്രതിപക്ഷ നേതാവിനെ തിരിച്ചടിയല്ലേ ഹർജി തള്ളിയത്? അതെങ്ങനെയാണ്? അത് വരട്ടെ, വിശദാംശങ്ങൾ വരുന്നത്. ഈ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള കഴിവുകൾ ഇല്ലാതെ വിശദാംശങ്ങൾ വരുന്നില്ലേ? വിശദാംശങ്ങൾ വരുന്നത്. ഞാൻ മുഖ്യമന്ത്രിയെ പോലെ ഒളിച്ചുകൊടുക്കുന്ന ആളല്ലല്ലോ. ഇപ്പൊ തന്നെ എത്ര ചോദ്യത്തിനായി മറുപടി വരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് രാവിലെ മറുപടി വരുന്നത് കൃത്യമായ തെളിവില്ലാതെയാണ് ഹർജി സമർപ്പിച്ചതെന്ന് കോടതി പറഞ്ഞു. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു. ഇനി അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രകോപിതനായി. ഞാനെന്താണ് പ്രകോപിതനായത്? ഞാനെന്താ പ്രകോപിതനായത്? ഏത് തരത്തിലാണ് പ്രകോപനം? ഇതൊക്കെ പറയാൻ ആരായി പറഞ്ഞു? മാധ്യമങ്ങളോട് ഞാൻ പ്രകോപിതനായി. നിങ്ങളോട് ആരുടെയും ഞാൻ ദേഷ്യം. നിങ്ങൾ ഒരേ ചോദ്യം 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കുന്നത് ഒരേ ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞു. ഞാൻ എല്ലാത്തിനും മറുപടി പറയല്ലേ. എല്ലാത്തിനും മറുപടി പറയല്ലേ. എന്നിട്ട് എനിക്ക് ഉപദേശം പ്രകോപിതനാവില്ല. നിങ്ങൾ ആരെങ്കിലും ശക്തമായ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടാറില്ല ഉയരങ്ങളിൽ. പിന്നെ എന്നെ എനിക്ക് ഉപദേശിക്കാം. എന്നെ ഉപദേശിക്കാം. ഞാൻ നിങ്ങളോട് ആരെങ്കിലും ദേഷ്യപ്പെടാറില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അടഞ്ഞ അധ്യായമായോ? അത് ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ. ഞങ്ങൾ പാർട്ടി ക്ലോസ് ചെയ്തു. ഞങ്ങൾ അതിനെക്കുറിച്ച് മുഴുവൻ വിശദീകരണം ഞങ്ങൾ നൽകി. പിന്നെ വേറെ ആരെങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് അതിന്റെ പുറകെ ഇത് സിപിഎമ്മിനോടാണ് ചോദിക്കുന്നത്. അവരിത് ചെയ്തില്ലേ? നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണ്ടേ? എന്ത് ചെയ്തെന്ന് ചോദിക്കണ്ടേ? അവരൊക്കെ അതാത് സ്ഥാനങ്ങളിൽ, സുപ്രധാനമായ സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഇട്ടിട്ട് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചിട്ട് അത് വേണ്ട നടപടി ചെയ്യും. ഇതിനു മുന്നേ കെയർ ഫോൺ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജിയും കോടതി തള്ളിയിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മൂർച്ചയില്ല. കോടതി ഞാൻ പറഞ്ഞില്ലേ, കോടതി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ ഇപ്പൊ പരിഗണിക്കുന്നില്ല. പണ്ട് കോടതി ഹൈക്കോടതി ഗൗരവമായി പരിഗണിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അതല്ല, അവരത് പരിഗണിക്കുന്നില്ല. അവരത് വേറെ ബോഡിയിൽ പോകണമെന്നുള്ള ലൈനിലാണ് പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാത്രമല്ല, ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിങ്? ഒരു താല്പര്യമില്ല, കോടതിക്ക് താല്പര്യമില്ല പരിശോധിക്കാൻ. കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ അത് നോക്കിയാൽ മതി. നല്ല ഫയലാണ്, അത് നോക്കിയാൽ മതി. വായിച്ചാലല്ല അങ്ങനെ പറഞ്ഞു. അത് നല്ല തെളിവുകളാണ്. എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയുടെ പ്രശ്നമല്ലേ, ഇത് അവസാനമാക്കല്ലേ. വായിച്ചു നോക്കി കാണത്തില്ല. ഈ വനിതാ MLA-മാരടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സമയം പോലും MLA സ്ഥാനത്ത് ഇരിക്കാൻ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാം.